വ്യായാമം ചെയ്യുന്നതിനിടെ യുവാവ് ജിമ്മിൽ കുഴഞ്ഞു വീണു മരിച്ചു. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ ഈ ഇടയിലായിട്ട് ഒരുപാട് കാണുന്നുണ്ട്. ഇത് ജിമ്മിൽ മാത്രമല്ല, ഇത് ബാഡ്മിന്റൺ കോർട്ടിൽ കാണുന്നുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. പിന്നെ ജിമ്മിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ കുറച്ച് കാരണങ്ങളും കൂടി ഉണ്ടാവും ഇതിന്റെ കൂടെ. അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ബോഡി കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും, കുറച്ച് അത്യാവശ്യം ഫിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും, എന്ന് ജിമ്മിൽ പോയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവർ ഡയറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരോട് ചെറിയൊരു അസൂയ എന്തായാലും ഉണ്ടാവും. സോ ജിമ്മിൽ എന്ന് പറയുമ്പോൾ നിങ്ങളത് കുറച്ചും കൂടി എന്ത് ചെയ്യും, ഇതൊന്ന് വലിച്ചു നീട്ടി ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു രസമാണ്. പക്ഷെ അത് മനസ്സിലാക്കുക, ഇത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മെസോമോഫ് ബോഡിയുള്ള, അതായത് അത്ലറ്റിക് ബോഡിയുള്ള ആൾക്കാർ വരെ സംഭവിക്കുന്നുണ്ട്. നമ്മളെ സൊസൈറ്റിയിൽ നോർമൽ കാണാൻ ഭംഗിയുള്ള അല്ലെങ്കിൽ മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വരെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുന്നുണ്ട്. ബാഡ്മിന്റൺ കോർട്ടിൽ ഇത് സംഭവിക്കുന്നുണ്ട്. സോ ഇത് ജിമ്മിൽ മാത്രമല്ല സംഭവിക്കുന്നത്. ജിമ്മിൽ നിങ്ങൾ ഒന്നും കൂടി എൻജോയ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ആർക്കായാലും എവിടെയാണ്, മരണത്തിന്റെ പ്രത്യേകിച്ച് കയ്യും കണക്കൊന്നുമില്ല. അത് ടൈം ആകുമ്പോൾ നമ്മളെ ഒന്ന് വിളിക്കും, നമ്മൾ പോവും. എന്നാലും ഇത് സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പരിധി വരെ നമ്മളെ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 6-7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ജിമ്മിൽ ഒറ്റക്കാണെങ്കിൽ ഒരു കാരണവശാലും വർക്കൗട്ട് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകൾ ഒറ്റ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ വല്ല പ്രശ്നം വന്ന് നിങ്ങൾ തലകർക്കോ അല്ലെങ്കിൽ ഇതേപോലെ കൊഴിഞ്ഞു വീഴ്ചലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കൊളാപ്സ് സംഭവിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടാവും. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റിക്കവർ ആയി കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങളോട് ആരും ഇല്ലാത്തൊരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപകടം സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യരുത്, പ്രത്യേകിച്ച് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യരുത്. ഇത് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഉറക്കമാണ്, സ്ലീപ്പിംഗ് ആണ്. സ്ലീപ്പ് 7 മുതൽ 9 മണിക്കൂർ വരെ മിനിമം നിങ്ങൾ അത് രാത്രി തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. ഞാൻ രാത്രി വർക്കുള്ള ആൾക്കാരെ പറ്റി എനിക്കൊന്നും പറയാനില്ല. രാത്രി ഉറങ്ങാൻ പറ്റുന്ന ആൾക്കാർ പോലും മൊബൈലിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ രാത്രി മാക്സിമം ഒരു 7 മണിക്കൂർ, മിനിമം 7 മണിക്കൂർ മുതൽ മാക്സിമം 9 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. ഇനി അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഉച്ചക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉറങ്ങാം. അതും ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇതിൽ മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് ബ്രീത്ത്, സ്ട്രെച്ചിങ്, വാമപ്പ്. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെ പ്രോപ്പർ ബ്രീതിങ്, എങ്ങനെ പ്രോപ്പർ സ്ട്രെച്ചിങ്, എങ്ങനെ പ്രോപ്പർ വാമപ്പ് എന്നുള്ള ഒരു വീഡിയോ ശരിക്കും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഇത് മൂന്നും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാമപ്പ് നിങ്ങൾ ചെയ്യുക. ചില ആൾക്കാർക്ക് ജിമ്മിൽ വരുന്നതിന് എങ്ങനെയാണ്, ഇങ്ങനെ വന്ന് രണ്ടാക്കിൽ ഇങ്ങനെ, പിന്നെ ഒന്ന് വട്ടത്തിൽ കറക്കിയാണ്ട് നേരെ പോയിങ്ങാണ്ട് ചെസ്റ്റ് പ്രസ്സോ അല്ലെങ്കിൽ ബെഞ്ച് പ്രസ്സോ അല്ലെങ്കിൽ ഷോൾഡർ പ്രസ്സോ അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിങ്ങാണ്ട് ഓടാൻ തുടങ്ങും ട്രെഡ്മില്ലിൽ നല്ല സ്പീഡിൽ. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. കാരണം നമ്മളെ ബോഡി അതിന് റെഡി ആയിട്ടില്ല. നമ്മളെ ബോഡി നോർമൽ കണ്ടീഷനിലാണ്. ഇതിനെ നമ്മൾ കുറേശ്ശെ നമ്മളെ ഹാർട്ട് ബീറ്റ് കൂട്ടി നമ്മളെ ബോഡി എല്ലായിടത്തേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ അതായത് റെഡി ടു വർക്കൗട്ടിലേക്ക് ആയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ നാലാമത്തെ കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സൈലന്റ് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറെ അഡ്വൈസ് എടുത്ത് അതിനുശേഷം അതിന്റെ ഫുള്ള് നിങ്ങളെ ബ്ലഡ് ചെക്കപ്പ് 2 മന്ത് കൂടുമ്പോൾ നിങ്ങളെ ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് ഈ ഒരു വിഷയങ്ങളൊക്കെ ഒരു ട്രെയിനറോട് സംസാരിച്ച് നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ കൂടെ നിൽക്കുന്ന നല്ലൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ അയാൾ സപ്പോർട്ടോട് കൂടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജിമ്മിൽ വർക്കൗട്ട്, ജിമ്മിൽ എന്നല്ല എവിടെയാണെന്നെങ്കിലും നിങ്ങൾ നല്ലൊരു ആക്ടിവിറ്റി ചെയ്യുക. പിന്നെ ഇതിൽ 5-ാമത്തെ കാര്യം സ്ട്രെസ് ഫ്രീ ആയിരിക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാം ഒഴിവാക്കുക, സ്വീകരിക്കാൻ പറ്റുന്നവരൊക്കെ സ്വീകരിക്കുക. അതിലെല്ലാം പെട്ട് നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സുകൾ പെട്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ട്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പെട്ട്. അപ്പോൾ ആ ഒരു രൂപത്തിലുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഗുണങ്ങളും ഇല്ല നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ കൂടെ കൊണ്ടുപോകുന്നത്. നേരെ മറിച്ച് എപ്പോഴും ചില്ലായിരിക്കുന്ന, ഹാപ്പി ആയിരിക്കുന്ന ഫ്രണ്ട്സുകളുടെയും കൂടെ കൂട്ടുകയും ചെയ്യാം. ഇതിൽ 6-ാമത്തെ കാര്യം പറയാനുള്ളത് ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഡീഹൈഡ്രേഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രത്യേകിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, ചില ആൾക്കാർ നന്നായിട്ട് വയർക്കുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് മൂത്രയിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളെ ബോഡിയിൽ എപ്പോഴും വെള്ളം ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ എപ്പോഴും ജലാംശം ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്യുക. അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. നമ്മളെ മൂത്രത്തിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെ മൂത്രത്തിന്റെ കളർ അനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ ബോഡിയിൽ വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ കളർ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. പിന്നെ ഇതിൽ 7-ാമത്തെ ഒരു കാര്യം പറയാനുള്ളത് പവർ ട്രെയിനിങ്ങും ഈഗോ ലിഫ്റ്റിങ്ങും. ഇത് രണ്ടും ഒഴിവാക്കുക. ജിമ്മുകളിൽ ചിലപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ നമ്മളെ മുമ്പ് കൂടെ അങ്ങോട്ടും പോകുന്നുണ്ടാവും, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ നോക്കി നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ എപ്പോഴും നമ്മളെ ലിമിറ്റേഷൻ മനസ്സിലാക്കുക, നമുക്ക് എത്ര kg ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. അപ്പോൾ
ഈഗോ ലിഫ്റ്റിങ്ങും ഓവർ ട്രെയിനിങ്ങും ഇത് രണ്ടും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കല്. ഇത് രണ്ടും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള ഒരു 6-7 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തന്നത്. ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക്, ജിമ്മിൽ വാമപ്പ് ചെയ്യാതെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിന്റെ ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഫിറ്റ്നസ് കോച്ച് ഷെഫീൽ. താങ്ക് യു സോ മച്ച്.